ഹലോ ഇത് നമ്മുടെ ഗ്ലോയി മേക്കപ്പിന്റെ പാർട്ട് 2 ആണ്. ഭയങ്കര ലൈറ്റ് മേക്കപ്പ് ആണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് ആൻഡ് സെറ്റിൽ ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അഗെയിൻ മെബലിന്റെ തന്നെ ഒരു മസ്കാര ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ഇടുമ്പം നമ്മൾ ഈ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ ഒരു 3-4 കോട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മസ്കാര പരിപാടി ഏകദേശം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ബെനഫിറ്റിന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളേ, ജസ്റ്റ് ഫില്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വളരെ ലൈറ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ മറ്റേ ദിഗംബറിനെ പോലെ ഇരിക്കും. സൈഡിലെ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ത്രെഡിങ് ചെയ്യാറില്ല കേട്ടോ, ഞാൻ ത്രെഡിങ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചെയ്തിരുന്നു പണ്ട്, പക്ഷേ ഇപ്പം കുറേ ചെയ്തിട്ട്. അപ്പം ത്രെഡിങ് കൂടെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിരിക്കും. മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് മേക്കപ്പ് ആട്ടോ എനിക്കിഷ്ടം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐബ്രോസും കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഐഷാഡോ ഒന്നും ഇടുന്നില്ല. ഇനി നമുക്ക് ഈ കോമ്പാക്ട് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അഗൈൻ ഇത് മാക്കിന്റെ കോമ്പാക്ട് പൗഡറാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് തട്ടിലിട്ടു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എല്ലാവരും തട്ടുന്ന കണ്ടിട്ടുണ്ട്, സോ ഞാൻ തട്ടാറുണ്ട്. ഗൈസ്, ഐ എം നോട്ട് യൂസിങ് എ ഹൈലൈറ്റർ, പക്ഷേ ഇൻസ്റ്റഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ആട്ടോ. അപ്പം അത് ഞാൻ ഒരു ലേശം വളരെ ഒരു പീ സൈസ് എമൗണ്ട് എടുക്കും. കണ്ടോ, ഇത്ര എടുക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഈ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം നിങ്ങൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏതാ ബ്രാൻഡെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഷീനിന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല ബ്ലഷാണ്. ഐ മീൻ ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ബ്ലഷാണ്. ലൈക്ക് പൗഡർ അല്ല, ബട്ട് ഇതുണ്ട്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും സെറ്റിംഗ് സ്പ്രേയും കൂടെ അയച്ചാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. നിങ്ങൾ ഈവനിംഗ് പാർട്ടി ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു നല്ല ഡാർക്ക് ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ്. സോ ഇത് സെഫോറയുടെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 01. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇന്നത് സെഫോറന്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. നിങ്ങൾ എത്ര വലിയ ബ്രാൻഡിന്റെ മേക്കപ്പ് ഉപയോഗിച്ചാലും നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റിംഗ് സ്പ്രേ അടിച്ച് മേക്കപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അല്ലാതെ എത്ര വലിയ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ചാലും സെറ്റിംഗ് സ്പ്രേ അടിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വഴിക്ക് പോകും എന്നാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ച ബ്രാൻഡുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മേക്കപ്പ് ഡണ്ണാണ്, ഹെയർ ഡണ്ണാണ്. ഇനി ഞാൻ എൻ്റെ മൊത്തം ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. I hope you guys enjoyed today's video. I'll see you soon in my next video. Love you all. Take care. Bye.